പിന്നീട് 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ അതിന്റെ റെസീപ്റ്റിന് വേണ്ടി ചെന്നപ്പോൾ പരാതി വന്നു. എനിക്ക് റെസീറ്റ് തന്നു എന്ന വ്യാജ റിപ്പോർട്ട്, എനിക്ക് തപാൽ റെസീറ്റ് അയച്ചു തന്നു എന്ന വ്യാജ റിപ്പോർട്ട് SP ഇരിക്കാൻ പറഞ്ഞു. 2-3-4 മണിക്കൂർ സ്റ്റേഷനകത്ത് അല്ലെങ്കിൽ പുറത്ത് ബെഞ്ചിൽ ഇരുത്തി റെസീറ്റ് കൊടുക്കാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച് അവസാനം നിവൃത്തി കെട്ട് അവിടുന്ന് ഇറങ്ങി പോരണ്ട. നമസ്കാരം, HR മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ അതിന് രസീത് ലഭിക്കാറുണ്ടോ? അങ്ങനെ എപ്പോഴും കിട്ടണമെന്നില്ലല്ലേ? അതെ. എന്നാൽ താൻ കൊടുത്ത അപേക്ഷയിൽ രസീത് ലഭിക്കാത്തതിനെ തുടർന്ന് അപ്പീൽ പോവുകയും ആ അപ്പീലിനെ തുടർന്നുണ്ടായ നടപടിയിൽ SHOയ്ക്ക് പിഴ ചുമത്തപ്പെടുകയും ചെയ്ത വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ അല്ലേ? ആ വാർത്തയിൽ പറയുന്ന പരാതിക്കാരനായ വിവരാവകാശ പ്രവർത്തകനും മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശിയുമായ അനിൽ ചന്ദ്രത്തിനെ നമുക്കിന്ന് പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ അനിൽ ചന്ദ്രത്തിൽ. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം മുതൽ വിവരാവകാശ നിയമ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി വിവരാവകാശ അപേക്ഷകൾ പൊതു അധികാര സ്ഥാനങ്ങൾ നൽകുകയും അതിലൂടെ നിരവധി അഴിമതികൾ പുറത്തു കൊണ്ടുവരാനും ഇതുവരെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സേവനാവകാശ നിയമങ്ങളെ കുറിച്ച് പറയാമോ? സേവനാവകാശ നിയമം 2012 കേരള നിയമസഭ പാസാക്കിയ വളരെ വിപ്ലവകരമായ ഒരു നിയമമാണ്. പക്ഷെ എന്തുകൊണ്ടും ഈ നിയമം ജനങ്ങൾ പഠിക്കാതെ പോയി. ജനങ്ങൾ മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഈ നിയമത്തെപ്പറ്റി യാതൊരു നിലവിൽ ധാരണയില്ല. അത് 2 കാരണങ്ങളുണ്ടാവാം. ഒന്ന്, സേവനാവകാശ നിയമപ്രകാരമുള്ള സേവനങ്ങൾ നൽകുന്നതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പല ബുദ്ധിമുട്ടുകളും, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാൻ പറ്റില്ല, ഇല്ലെങ്കിൽ മറ്റ് ശുപാർശകൾക്ക് വഴങ്ങാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അത്തരം ഈ നിയമത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. രണ്ടാമത്തെ പ്രശ്നം, വിവരാവകാശ നിയമത്തിന്റെ ഒരു വലിയ പ്രാബല്യത്തിന് മുന്നിൽ ഈ സേവനാവകാശ നിയമം ചുരുങ്ങിപ്പോയതാവാം കൂടുതൽ ആളുകളിലേക്ക് ഈ നിയമം എത്താതിരിക്കാൻ കാരണം. പിന്നീട് വിവരാവകാശ കമ്മീഷൻ പോലെ ഒരു സേവനാവകാശ കമ്മീഷൻ രൂപീകരിക്കാത്തതുകൊണ്ട് ആളുകൾക്ക് അപ്പീൽ നൽകാനുള്ള പരിമിതി ഈ നിയമത്തിന് ജനങ്ങളിടയിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. സർ, റെസിപ്റ്റ് നൽകാതിരിക്കാൻ പോലീസുകാർ പറയുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണ്? ഒരു പരാതിയുമായി ഒരു പൗരൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന റിസപ്ഷനിൽ ഇരിക്കുന്ന പോലീസുകാരൻ്റെ കൈ കൊടുക്കുന്നു. റസീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ പറയുന്നത് CI വരണം, CI സ്ഥലത്തിൻ്റെ CI വരട്ടെ, ഇല്ലെങ്കിൽ പ്രിന്റർ കേടാണ്, ഇല്ലെങ്കിൽ റസീറ്റ് തരാൻ ആളില്ല. ഈ രീതിയിൽ പല മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അപേക്ഷകനെ റസീറ്റ് നൽകാതെ പുറത്തേക്ക് ആക്കുകയാണ് പതിവ്. അഥവാ റസീറ്റ് വേണമെന്ന് ഒരു പൗരൻ ആവശ്യപ്പെടിക്കുകയാണെങ്കിൽ അവിടെ പോയിരിക്കാൻ പറഞ്ഞു 2-3-4 മണിക്കൂർ സ്റ്റേഷനകത്ത് അല്ലെങ്കിൽ പുറത്ത് ബെഞ്ചിൽ ഇരുത്തി റസീറ്റ് കൊടുക്കാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച് അവസാനം നിവൃത്തി കെട്ട് അവിടുന്ന് ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥയാണ് പൊതുവെ പൗരന്മാർക്കുള്ളത്. എൻ്റെ തന്നെ ഒരു അനുഭവമുണ്ട്. ഞാനൊരു പരാതി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ടേ കൊടുത്തു. ഇതേപോലെ റസീറ്റ് തരാണ്ട് എന്നെ പുറത്ത് ഒരുപാട് നേരം അവിടെ പിടിച്ചെടുത്ത് റസീറ്റ് തരാതെ എന്നെ പുറത്തേക്ക് വിട്ടിട്ട് പിന്നീട് 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ അതിന്റെ റെസീപ്റ്റിന് വേണ്ടി ചെന്നപ്പോൾ പരാതി അവിടെ കാണാനില്ല, നീ വേറൊരു പരാതി എഴുതി തന്നേക്ക്, നമ്മൾ കൊടുത്ത പരാതി കാണാനില്ലെന്ന അനുഭവം എനിക്ക് വന്നു. അതിനുശേഷം ഞാൻ ഒരിക്കലും മാനുവലായിട്ട് പരാതി പോലീസ് സ്റ്റേഷൻ കൊടുക്കാറില്ല, മെയിൽ അയക്കാറാണ് പതിവ്. ഈ മെയിൽ അയച്ചാൽ പോലും പൊതുഭരണ വകുപ്പിന്റെ കൃത്യമായ സർക്കുലറിന്റെ മെയിൽ അയച്ചാൽ അതേ മെയിലിൽ തന്നെ നമുക്ക് റെസീറ്റ് തിരികെ മടക്ക മെയിൽ അയച്ചു നൽകണമെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസുകാരും നടപ്പിലാക്കി കാണാറില്ല. സർ, ഇപ്പോ പത്രത്തിലൊക്കെ വന്ന വാർത്ത DYSPക്ക് പിഴ ലഭിച്ചല്ലോ, അപ്പൊ അതിന്റെ ആ സംഭവത്തെ കുറിച്ചൊന്ന് വിവരിക്കാമോ? അത് ഞാൻ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരാവകാശ അപേക്ഷ, ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഒരു വിവരാവകാശ അപേക്ഷ 26/2023 ഇമെയിലായിട്ട് കൊടുത്തു. ഇമെയിലായിട്ട് കൊടുക്കുന്ന, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, ഇമെയിലായിട്ട് കൊടുക്കുന്ന അപേക്ഷകൾക്ക് നമുക്ക് ഇമെയിലായിട്ട് റെസിപ്റ്റ് അയച്ചു തരണം. പക്ഷെ എനിക്ക് റെസിപ്റ്റ് കിട്ടിയില്ല. അപ്പോൾ 21 അതേ ദിവസം 20-ാം തീയതി അപേക്ഷ കൊടുത്താൽ 20-ാം തീയതി തന്നെ നമുക്ക് റെസീറ്റ് കിട്ടണം. പക്ഷേ 20-ാം തീയതി റെസീറ്റ് കിട്ടാത്തതുകൊണ്ട് 21-ാം തീയതി DYSP മുമ്പാകെ, പെരിന്തൽമണ്ണ DYSP മുമ്പാകെ സേവനാവകാശ നിയമയുടെ 1ാമത്തെ അപ്പീൽ ഞാൻ ഫയൽ ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം അപ്പീൽ പരിഗണിച്ചില്ല. ആ അപ്പീൽ പരിഗണിക്കാത്ത സാഹചര്യത്തിൽ ഞാൻ 2ാം അപ്പീൽ മലപ്പുറം SP മുഖാന്തരം 22-ാം തീയതി ഞാൻ അപ്പീൽ ഫയൽ ചെയ്തു. പക്ഷേ SP അത് പരിഗണിച്ചില്ല. അപ്പോൾ ആ അപ്പീൽ പരിഗണിക്കാത്തതിനെതിരെ നിയമസഭാ സമിതിക്കും DGPക്കും ആഭ്യന്തര സെക്രട്ടറിക്കും ഞാൻ പരാതി നൽകുകയും ആ പരാതികളിൽ സ്വീകരിച്ച എല്ലാ നടപടികളും വിവരാവകാശ നിയമപ്രകാരം ഞാൻ ആരായുകയും ചെയ്യുമ്പോൾ
ഹോം സെക്രട്ടറിയും അതുപോലെ തന്നെ DGPയും ഈ പരാതി തീർക്കുന്നതിന് വേണ്ടി SP നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ SP പിന്നെ ഞങ്ങളെ വിളിച്ച് ഞാനെയും പിന്നെ ബന്ധപ്പെട്ട SHOനെ വിളിച്ചിട്ട് കേസ് ഹിയർ ചെയ്യുകയും ഈ ഹിയറിങ്ങിൽ എനിക്ക് റെസീറ്റ് തന്നു എന്ന വ്യാജ റിപ്പോർട്ട്, എനിക്ക് തപാൽ റെസീറ്റ് അയച്ചു തന്നു എന്ന വ്യാജ റിപ്പോർട്ട് SP മുമ്പാകെ SHO നൽകുകയും അതിനെ ഞാൻ കൗണ്ടർ ചെയ്തപ്പോൾ വീണ്ടും SP ഇതിൽ അന്വേഷണം നടത്തുകയും ഈ സമയത്ത് വ്യാജരേഖ, ഞാൻ മെയിൽ അയച്ച അപേക്ഷ പ്രിന്റ് എടുത്താൽ സ്റ്റാമ്പ് ഒട്ടിച്ച് വ്യാജരേഖ സൃഷ്ടിക്കുന്ന പ്രവണതയും പോലീസ് ചെയ്യുകയുണ്ടായി. പക്ഷേ SPക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ടും ഇപ്പോൾ നിലവിൽ മലപ്പുറം SP ജനപക്ഷത്ത് നിന്ന് കാര്യങ്ങളെ കാണുന്ന ഒരാളായതുകൊണ്ടും ഈ വിഷയം SPക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് SHOക്ക് 1000 രൂപ ഫൈൻ ഇട്ടത്. പക്ഷെ ആ ഫൈനിൽ ഞാൻ തൃപ്തനല്ല. കാരണം 5000 രൂപയായിരുന്നു ഫൈൻ ഇടേണ്ടത്. 250 മുതൽ 5000 വരെയാണ് ഫൈന്. പക്ഷെ 1000 രൂപ മാത്രമാണ് ഫൈൻ ഇട്ടത്. മാത്രമല്ല, 1ാം അപ്പീൽ അധികാരി അപ്പീൽ പരിഗണിക്കാത്തതിനെതിരെ ഫൈൻ SP നമ്പുകൊണ്ട് തന്നെയാണ് DYSPക്ക് അപ്പീൽ പിന്നെ ഫൈൻ ഇട്ടതിന് വേണ്ടി ഞാൻ കേരള ഹൈക്കോടതി സമീപിക്കാൻ വന്നത്. സാർ ഇപ്പൊ ഇത് ആദ്യത്തെ ഇങ്ങനെ ഒരു അപ്പീലിന് പോകുന്ന ആദ്യമായിട്ടാണോ അതോ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിരവധി അനുഭവങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 10ാമത്തെ അപ്പീലാണ്. 26/6 ഞാൻ കൊടുത്തു എന്ന് 21/6 ഞാൻ കൊടുത്തു എന്ന് പറയുന്നത് എൻ്റെ ഏകദേശം 10ാമത്തെ അപ്പീലാണ്. ഇതിനു മുമ്പ് കൊടുത്ത ഒരു അപ്പീലുകളിലും ഒരു ജില്ലാ പോലീസ് മേധാവിമാരും സേവനാവകാശ നിയമത്തിൽ ഒരു അപ്പീലുകളും പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പരിഗണിക്കാത്തതിനാൽ തന്നെ ഞാനൊരു ഭരണപരിഷ്കാര കമ്മീഷന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ഒരു സേവനാവകാശ കമ്മീഷനെ തന്നെ നിയമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു പരാതി ഭരണപരിഷ്കാര കമ്മീഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സേവനാവകാശ നിയമത്തെ മൊത്തത്തിൽ മാറ്റാനാണ് ഇപ്പോഴത്തെ സർക്കാർ വരുന്നത്. കാരണം എല്ലാ ജില്ലാ കളക്ടർമാരെയും അപ്പീലധികാരികളാക്കി കൊണ്ടുവരാനുള്ള കരട് അപരാധിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ നിയമത്തിൽ ഒരു കാതലായ മാറ്റം വരുന്നതോടുകൂടി സേവനാവകാശ നിയമം ജനങ്ങളുടെ ഇടയിൽ വളരെ നന്നായി പ്രയോഗിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. സർ, പോലീസ് റിസിപ്റ്റ് തരാൻ മടിക്കുന്നതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായില്ലേ? പോലീസ് പ്രധാനമായിട്ടും റിസിപ്റ്റ് പൗരന്മാർക്ക് നൽകാത്തത് ഞാൻ മനസ്സിലാക്കിയത് സ്വാധീനമുള്ളവരും സ്വാധീനമില്ലാത്തവരുമായ രണ്ട് വിധം ജനവിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു സാധാരണക്കാരൻ കൊണ്ടുപോയി പരാതി നൽകിയാൽ അത് റെസീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചെല്ലുന്നത് ഒരു സ്വാധീനമുള്ള വ്യക്തിയാണെങ്കിൽ അത് പോലീസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായി സ്വാധീനമുള്ള ആളുകളുടെ പരാതി ആദ്യം വാങ്ങി വെച്ച് ആദ്യം കൊടുത്ത ആളെ പരാതി കൗണ്ടർ ആക്കാണ് പോലീസ് പൊതുവെ ചെയ്യാറ്. ഇപ്പം രണ്ടാമത് ഒരു പ്രശ്നമുള്ള ആൾക്കാർ അദ്ദേഹം രണ്ടാമതാണ് പരാതി കൊടുത്തു എന്ന് വന്നു കഴിഞ്ഞാൽ അത് കൗണ്ടർ പരാതിയാവുകയും അത് കോടതി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്ഷീണം സംഭവിക്കുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മൾ നിലവിലുള്ള നീതിന്യായ സംവിധാനത്തെ പാരവയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെ തകർക്കുന്ന ഒരു സംവിധാനമാണ്. അല്ലെങ്കിൽ സാധാരണ പൗരന് നീതി കിട്ടരുത് എന്ന് ചിന്തിക്കുന്ന ചില പോലീസുകാരാണ് ഈ റെസീറ്റ് നൽകുന്നതിന് ഇത്ര വിമുഖത കാണിക്കുന്നത്. സാർ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പൊതുജനങ്ങൾക്ക് സാറിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊന്നും? പരാതിയുമായി ചെല്ലുന്ന ഓരോ പൗരനും നിർബന്ധമായും റെസീറ്റ് വാങ്ങിയിരിക്കണം. സാധാരണ പോലീസ് ഈ അയാപ്സ് വഴിയുള്ള റെസീപ്റ്റാണ് കൊടുക്കാറ്. അതും നിലവിൽ കൊടുക്കാറില്ല. എങ്കിലും ഓരോ പൗരനും പെറ്റീഷൻ എൻക്വയറിയും പരാതിക്ക് രസീത് നൽകുക എന്നതും സേവനാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ നിർബന്ധമായി സേവനാവകാശ നിയമത്തിലെ റൂള് 4 പ്രകാരമുള്ള റെസീറ്റ് തന്നെ വാങ്ങാൻ ശ്രമിക്കണം. റെസീറ്റ് വാങ്ങാതെ ഒരു പൗരനും പോലീസ് സ്റ്റേഷനിൽ പോരരുത്. കാരണം ഇത് ഓരോ പൗരന്റെയും അവകാശമാണ്. ഇത് സേവനാവകാശ നിയമത്തിൽ മാത്രമല്ല, കേരള പോലീസ് ആക്ടിലെ 8ൽ 4 കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ പരാതിക്ക് റെസീറ്റ് വാങ്ങണമെന്നും ആ പരാതിയിൽ സ്വീകരിച്ച നടപടികൾ അറിയാൻ ഓരോ പൗരനും അവകാശം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് ആക്ട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പൗരനും റെസീറ്റ് വാങ്ങുക എന്നുള്ളതും കൊടുത്ത പരാതിയിൽ പെറ്റീഷൻ എൻക്വയറി നടത്തി കിട്ടുക എന്നുള്ളതും ഓരോ പൗരന്റെയും അവകാശമാണെന്ന് മനസ്സിലാക്കി പോലീസിനെ പേടിക്കാതെ കൃത്യമായി അവനവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. സർ, ഇപ്പോൾ സാറിന്റെ വിലയേറിയ സമയം ഞങ്ങൾ HR മീഡിയ മലയാളത്തിന് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി. സേവനാവകാശ നിയമപ്രകാരം ആദ്യമായി പിഴശിക്ഷ ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥനുമായി HR മീഡിയ മലയാളം ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിൽ നിന്നും കൃത്യമായ പ്രതികരണം ലഭിച്ചില്ല. ആയതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞങ്ങൾക്ക് ഇവിടെ ചേർക്കാൻ സാധിച്ചിട്ടില്ല.